രണ്ട് ടോപ്പ് 2 ടോപ്പിനെ 150 രൂപ ചെരുപ്പ്. സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം കോഴിക്കോട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹോട്ടലിലാണ്, ഒരു വെറൈറ്റി ഹോട്ടലിലാണ് ആദാമിൻ്റെ ചായക്കട. ഇന്ന് വൈകുന്നേരം അളിയനും അനുജത്തിയും ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഇന്ന് ആദാമിൻ്റെ ചായക്കടയിൽ കൂടിയിരിക്കുകയാണ്.
അളിയനാണ്, അനുജത്തി, അനിയത്തിയുടെ മകൻ, ഭാര്യ, മകൾ. അളിയനൂടെ വരാറുള്ളതല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ വരുന്നതാണ്? ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആദാമിൻ്റെ ചായക്കടയിലാണ്. ആദാമിൻ്റെ ചായക്കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 50-60 കാലഘട്ടങ്ങളിൽ ഇത് തുടങ്ങിയതാണ്. ഇവിടുത്തെ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 60-50 കാലഘട്ടങ്ങളിൽ എന്താണോ ഉള്ളത് അതിനോട് അനുബന്ധിച്ചുള്ള ഇപ്പോഴത്തെ മോഡേൺ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ അതിനെക്കാട്ടും ഉപരി നമുക്ക് എന്തായാലും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള ഗതകാല സ്മരണ ഉണർത്തുന്ന രീതിയിലുള്ള പാത്രങ്ങൾ, ചെമ്പുപാത്രങ്ങൾ, ഓട്ട് പാത്രങ്ങൾ എല്ലാം ഇവിടെ ലൈവായിട്ട് കാണുന്നതാണ്. നമുക്ക് ഈ പാത്രങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതിനെക്കാട്ടും ഉപരി നമുക്ക് കുറേ നേരം ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുകയും ഇഷ്ടവിഭവങ്ങൾ എന്ത് തന്നെയായാലും ഇവിടെ ഉണ്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടും കഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആസ്വാദനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ചായക്കടയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ പുലർച്ചെ 5 മണി മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. ചായ മുതൽ നമുക്ക് കടി, ചെറുകടികൾ, വലിയ കടികൾ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. വളരെ വിശ്വസിച്ച് കഴിക്കാം, നല്ല രീതിയിൽ കഴിക്കാം, റീസണബിൾ റേറ്റുമാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ അതിനെക്കാട്ടി ഉപരി നമുക്ക് ഇതിന് തൊട്ടടുത്താണ് നമ്മളെ കോഴിക്കോട് കടപ്പുറം ഉള്ളത്. കടപ്പുറത്ത് നമ്മൾ കണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് തിരയിലൂടെയൊക്കെ നടന്ന് കുളിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കുന്നു. വീണ്ടും നമുക്ക് തൊട്ടടുത്ത കടപ്പുറത്തേക്ക് പറയൂ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആദാമിൻ്റെ ചായക്കട? ഭക്ഷണം തെറ്റ് എന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഭക്ഷണം തെറ്റ്. കാരണം ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ടുള്ള പിന്നെ ടേസ്റ്റ് ആസ്വദിക്കാൻ വന്നിരിക്കുന്നവരാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഇത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം അല്ലേ? അതല്ല അതിൻ്റെ ശരി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ടേ കാണാം. ബൈ.